നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശസ്കന്ധം 2-ാമത്തെ അധ്യായം മുതൽ 2, 3, 4, 5 2, 3, 4, 5 4 അധ്യായം. അത് നിമി നവയോഗി സംവാദം. ഏകാദശസ്തു ഉത്തമാംഗം നിവൃത്തിമാർഗം. ലക്ഷണം തന്നെ അങ്ങനെയാണ്. മുക്തി. ദശമസ്കന്ധം നിരോധം, ഏകാദശം മുക്തി. ഇത് രണ്ടും കൂടി ആയാലേ കൃഷ്ണചരിതം ആവുള്ളൂ എന്നാണ് പറയുക. ഇപ്പം 90, 31, 121. 121 ദേഹത്തിൽ നിന്നും മുക്തിയെ കിട്ടുന്ന ഒരു ഭാവമാണ് 121 എന്ന നമ്പർ. ഈ ശ്രീരുദ്രം ഒക്കെ 11x11 എന്നാണ് പറയുക. 11x11 121. ഇപ്പോൾ മുക്തി മാർഗത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കലി ആണ് ഈ സാഖ്യശാസ്ത്രം. മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈ ഹിം. എല്ലാം ഭാഗവതം അങ്ങനെ തന്നെ. 8ൻ്റെ പ്രാധാന്യം, 12ൻ്റെ പ്രാധാന്യം, 1, 3, 5, 7, 9 ഒക്കെ പ്രത്യേകം പറയുന്നുണ്ട്. താത്വികമായിട്ടുള്ള പ്രാധാന്യങ്ങൾ 24, 36 അങ്ങനെ ഓരോന്നും 108 ഒക്കെ ഉണ്ട്. 1008 വളരെയധികം. 144 × 7 പന്തീർ 12 144 × 7 അത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ സംഖ്യാശാസ്ത്രങ്ങൾ, ഇപ്പോൾ സഹസ്രനാമങ്ങളൊക്കെ സ്വതേ 1008 നാമം എന്നാണ് പറയുക. അങ്ങനെ പലതുമുണ്ട്. ഇപ്പം ഇവിടെ നിമി നവയോഗി സംവാദമായിട്ട് നാരദൻ വസുദേവർക്ക്, കൃഷ്ണൻ്റെ അച്ഛന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗവത തത്വമാണ് 4 അധ്യായങ്ങളെക്കുറിച്ച്. 4 അധ്യായങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാരദൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ദ്വാരകയിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഒരു ദിവസം, ഇപ്പോൾ കുറച്ചങ്ങോട്ട് ആയിരുന്നു കേട്ടോ, കൃഷ്ണൻ മറയാറായിരുന്നു, വലിയ താമസമൊന്നുമില്ല ആ സമയത്താണ്. ഏതായാലും ഒരു ദിവസം വസുദേവരെ ചെന്ന് കണ്ടു നാരദൻ. അപ്പോൾ പൂജിച്ചു, കുശലം പറഞ്ഞു. ഇതിൽ വസുദേവർക്ക് ഇങ്ങനെ പ്രായം കൂടും, നാരദർക്ക് പ്രായം കൂടില്ല. കാരണം നാരദൻ എന്നുള്ളത് പ്രാരബ്ധ ശരീരമല്ല, വസുദേവര് പ്രാരബ്ധ ശരീരമാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ കുശലം പറഞ്ഞതിന് ശേഷം വസുദേവര് നാരദനോട് പറയുകയാണ്, അച്ഛനമ്മമാർ പുത്രരെ കാണാൻ വരുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണർ അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ കുലത്തിന് വലിയ നന്മയാണ്. നാരദനെ പോലെയുള്ള മഹാഋഷികൾ വന്നു കഴിഞ്ഞാൽ, ജ്ഞാനികൾ വന്നു കഴിഞ്ഞാൽ അത് എത്രയാ നന്മ എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. ദേവന്മാർ അവരെ ഭജിച്ചാലേ അനുഗ്രഹിക്കുള്ളൂ. സജ്ജനങ്ങൾ അവരെ ഭജിക്കൊന്നും വേണ്ട. എല്ലാവർക്കും എന്നും ഒരു കൂട്ടാണ്, ഒരു തുണയാണ്, ഒരു കൈത്താങ്ങാണ്. അപ്പോൾ അതാണ് സത്സംഗം വേണം എന്ന് പറയാനുള്ള കാരണം. സാധുസംഘം, സജ്ജന സംഘം, സത്സംസർഗം എന്നാണ് ശരിക്ക്. അപ്പോൾ ആ സജ്ജനത്തിലാണ് ഈ നാരദൻ വിടുക. ഭഗവാൻ പുത്രനായിട്ടും എൻ്റെ ദുഃഖം, ഭയം ഇതൊന്നും തീരണില്ല എന്നാണ്. ശോകദുഃഖ ഭയങ്ങൾ തീരണില്ല എന്ന് പറയാം. അപ്പം ശോകം അവിടെ വിട്ടു. എന്താ കാരണം വെച്ചാൽ അതിന് കാരണമുണ്ട്. ശോകം എന്നുള്ളത് സഞ്ചിത പാപം ആണ്. അത് കാരണം കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളാണ്. ശ്രീകൃഷ്ണൻ പുത്രനായതുകൊണ്ട് ആ ദുഃഖത്തെ തീർത്തു. അപ്പോൾ പിന്നെ പ്രസൻറ്റ് ടെൻസിലുള്ള ദുഃഖമുണ്ട്, ഇനി എപ്പോഴാണ് മരിക്കുക ആ ഒരു ദുഃഖമുണ്ട്. അതാണ് ദുഃഖവും ഭയവും. അത് തീർക്കാൻ എന്താ ചെയ്യുക? ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിവൃത്തി കിട്ടും എന്നാണല്ലോ ഭാഗവതം പറയണത്. അപ്പോൾ എന്നാൽ എനിക്ക് ഭാഗവതം പറഞ്ഞു തരും. ഭാഗവതം അറിയാനിട്ടല്ല, ഭാഗവതത്തിൻ്റെ തത്വങ്ങളെ പറഞ്ഞു തരും.
അപ്പോൾ ഏകാദശം മുഴുവനും മുക്തിമാർഗ്ഗമാണ്. വസുദേവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങ് തന്നെ വേണം, കൃഷ്ണൻ്റെ അച്ഛനായിട്ടുള്ള അങ്ങ് തന്നെ വേണം ഈ ചോദ്യം ചോദിക്കാൻ. അതാണ് കേൾക്കുക, അനുമോദിക്കുക, പറയുക, പറയിപ്പിക്കുക, ഇതിനൊക്കെ തുല്യമായിട്ടുള്ള ഫലം ആണ് കിട്ടുക. അതാണ് ഇത് അങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ കൃഷ്ണ കഥകൾ, കൃഷ്ണ തത്വങ്ങളിലൂടെ ഒന്നിങ്ങനെ സ്മരിക്കാനുള്ള കാരണമായില്ലോ, അത് പറയാനുള്ളൊരു അവസരമായില്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതല്ല പറയാൻ പോണത്. നവയോഗികൾ പണ്ട് നിമി മഹാരാജാവിനോട് പറഞ്ഞതായിട്ടുള്ള ഭാഗവത തത്വം അത് പറയാം. അപ്പം ആരാണ് നവയോഗികൾ എന്ന് പറയാണ്. നിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥില രാജാവ്, ബഹുളാശ്വൻ പറ്റിയാണ് ആ സമയത്ത്. അതിൻ്റെ വിഷയമില്ല. നിമി എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽ പെട്ടു. രാജർഷിയാണ് നിമി. ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നുണ്ട്. ഈ ആസക്തിയോ ഒട്ടലോട്ടോ ഇല്ലേ. നമുക്ക് കർമ്മപ്രാരബ്ധം വരുന്നുണ്ട്. നിമിക്ക് കർമ്മപ്രാരബ്ധം പോലും വരണില്ല എന്നതാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ കർത്താവായിട്ടൊന്നും ചെയ്യണില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ആസക്തിയോട് കൂടിയിട്ട് ഒന്നിനെയും ഞാൻ സ്വീകരിക്കുന്നില്ല, വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളെ കൊടുക്കില്ല എന്ന് സാരം. അതാണ് നമ്മളെ കൊടുക്കുന്നതാണ് നമുക്ക് പ്രശ്നം. എന്താ കാരണം? ആസക്തിയോട് കൂടിയിട്ട് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈശ്വരോപാസന അവിടെ പെൻഡിങ്ങിലാവും. പിന്നെ അത് ആഗ്രഹം നേടാൻ വേണ്ടിയിട്ടുള്ള എന്താ വേണ്ട വെച്ചാൽ അതിന് അത്രയും സമയം വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പം അങ്ങനെ കുടുങ്ങാത്തവരാണ് ഈ നിമി മഹാരാജാക്കന്മാർ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് രാജർഷി പദം കിട്ടാനുള്ള കാരണം. മുക്തരായിട്ട്, ജീവൻ മുക്തരായിട്ട് ജീവിക്കുകയാണ്. അതാണ്. ഇനി ഈ വക്താക്കളായിട്ടുള്ള നവയോഗികൾ 9 പേര് ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ 10ാമത്തെ പുത്രന്മാർ തൊട്ട് 9 പേരാണ്. ആദ്യത്തെ പുത്രൻ ഭരതൻ, രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് 9 പേര് ഭരതനെ സഹായിക്കാനുള്ള ക്ഷാത്ര തേജസ്സുള്ളവർ. പിന്നീടുള്ള 9 പേര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെ 9 പേര്. അവർ ജന്മനാ തന്നെ യോഗികളാണ്, തീവ്ര പരിവ്രാജകരാണ്. അവർ എപ്പോഴും ഹരിശരണം എന്ന രീതിയിലാണ്. സനകാദികളൊക്കെ തുല്യരാണ്. യതി, സനകാദികൾ, നാരദൻ, ഈ നവയോഗികൾ ഒക്കെ തീവ്ര പരിവ്രാജകരാണ്. ശ്രീ സുഖബ്രഹ്മർഷി മതിലവിട. പിന്നീടുള്ള 81 പേര് ഭക്തന്മാരായിട്ട്, ബ്രാഹ്മണരായിട്ട് മാറി എന്നാണ്. ഇങ്ങനെ 100 പേരാണ്. അപ്പോൾ അതിൽ ഒരു സത്രത്തിൽ നിമി നടത്തുന്നതായിട്ടുള്ളൊരു സത്രമാണ്. ആ സത്രത്തിൽ യാഗ പൂജാദികൾ രാവിലെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ഒരു ബ്രേക്ക് ടൈം, ലിഷർ ടൈം എന്ന് പറയാം. പക്ഷേ ഇവർക്ക് ലിഷർ ടൈമൊന്നുമില്ല. അവർ സദാസമയത്ത് ഒന്നുകിൽ നാമം ജപിച്ചിരിക്കും, അല്ലെങ്കിൽ കഥ കേട്ടുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഈ നവയോഗികൾ വന്നത്. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് പീഠങ്ങളിൽ ഇരുത്തിക്കൊണ്ട് പൂജിച്ച് പാദതീർത്ഥമൊക്കെ സ്വീകരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കുറേ കാര്യങ്ങളും പറഞ്ഞു. മനുഷ്യജന്മം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ പുരുഷനാവുക, ഭാരതത്തിലാവുക, കലികാലത്തിലാവുക, ബ്രാഹ്മണനാവുക, വേദത്തെ അറിയുക, ഭക്തി ഉണ്ടാവുക, വേദാർത്ഥം, വേദസാരം, അതിൻ്റെ മർമ്മം, ഗൂഢം, ലക്ഷ്യമൊക്കെ അറിയുക, എന്നിട്ട് അങ്ങനെ പ്രയോഗിക്കുക. പിന്നെ സജ്ജനാവുക. ഇങ്ങനെയുള്ള ഒരു ജീവിതം ഭൂമിയിൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾ മഹാത്മാക്കളാണ്,
വന്നു, ഇതാ കാണാൻ തരായി, പൂജിച്ചു, പാദതീർത്ഥം ശിരസിൽ സ്വീകരിച്ചു. ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. രാജാവ് പറയുകയാണ് നവയോഗികളോട്. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് പരമശ്രേയസ്? അനുഷ്ഠാനം എന്താണ്? ഭഗവത് പ്രീതിക്കുള്ള ധാർമ്മിക കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭാഗവത ധർമ്മം എന്താണ്? എല്ലാം ഭഗവാനാണ് എങ്കിലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മവും ഫലവും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടല്ലോ. അത് ബാധിക്കാതിരിക്കാൻ എന്താ വേണ്ടത്? ഒന്നാമത്തെ ചോദ്യം. പിന്നെ യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താ? മായ എങ്ങനെയാ തരണം ചെയ്യുക? എന്താ മായ? ഈ പ്രളയം, സൃഷ്ടി, സ്ഥിതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ? ബ്രഹ്മസ്വരൂപം എന്താ? നാരായണന്റെ സ്വരൂപം എന്താ? നാരായണനെ എങ്ങനെയാ പൂജിക്കേണ്ടത്? ഭഗവാൻ എത്ര തരത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്? അഭക്തന്മാരുടെ ഗതി എന്താ? അതാത് യുഗങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് ധർമ്മത്തിന്, കർമ്മത്തിന് വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെയാ? ഈ സംസാരം ഇല്ലാണ്ടൊക്കെ എങ്ങനെയാ? ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് ഉള്ളത്? ഇങ്ങനെ ചോദ്യങ്ങൾ കുറേ ചോദിച്ചു. 9 ഗണം ചോദ്യങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിനും ഉത്തരം. പരമശ്രേയസ് എന്നുള്ളത് മുക്തിയാണ്. പ്രകൃതിയിൽ നിന്നും വിട്ടുപോവരുത്, ഭഗവാന്റെ ലയിക്കൽ. പിന്നീട് ഇങ്ങോട്ട് വരരുത്, പ്രകൃതിയിലേക്ക് വരരുത്. അതാണ് ശരിക്കുള്ള പരമശ്രേയസ്. പിന്നെ ഭക്തി എന്നുള്ളത് സ്നേഹ, വിനയ, ശുശ്രൂഷ, സമർപ്പണം, മുമുക്ഷുഭാവം. അതാണ് സ്വതേ ഭക്തി. മായ എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധരിക്കുക. ആവരണമായ, വിക്ഷേപണമായ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധരിക്കുക. നമ്മൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിൽ എത്താതിരിക്കുന്നത് ഈ മറവ് കാരണം കൊണ്ടാണ്. അഷ്ടാവരണം, സപ്താവരണം എന്നൊക്കെ പറയും. എന്താ പ്രളയം, സൃഷ്ടി, സ്ഥിതി? ഭഗവാനാൽ സൃഷ്ടിക്കുന്ന താത്വിക സൃഷ്ടി, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള ജീവജാല സൃഷ്ടി, ഭൂതസൃഷ്ടി തൊട്ടുള്ളത്, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവർ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സൃഷ്ടി, തത് സൃഷ്ട സൃഷ്ടി. ഇത് സൃഷ്ടിയാണ്. സ്ഥിതി എന്നുള്ളത് എത്ര കാലമാണോ ഈ സൃഷ്ടിക്കപ്പെട്ടവ ഭൂമിയിൽ താമസിക്കുന്നത്, പ്രപഞ്ചത്തിൽ, ബ്രഹ്മാണ്ടത്തിൽ താമസിക്കുന്നത്, അത് സ്ഥിതി. അതിനെ പാലനം ചെയ്യുന്നത് ഭഗവാനാണ്. അഷ്ടദിക്പാലന്മാരും രാജാക്കന്മാരും ഋഷികളും എല്ലാം കൂടിയാലേ പാലകനാവുള്ളൂ. പാലനം എന്നുള്ള ധർമ്മം ശരിയാവുള്ളൂ. അതിൽ സസ്യജാലങ്ങളും അതിൽപ്പെട്ടതാ. അതേപോലെ ബ്രഹ്മം. എന്താ ബ്രഹ്മം? എന്താ നാരായണ സ്വരൂപം? നാരായണനാകുമ്പോഴേക്കും സകലസ്വരൂപനായി അനന്തപത്മനാഭൻ. സ്വതേ സകലസ്വരൂപനായി എന്നാ പറയുക. അപ്പോൾ സ്വതേ ലയുണ്ട്. അപ്പോൾ വേദത്തെ കൊണ്ട് കഷ്ടിച്ചറിയാൻ പറ്റുമായിരിക്കും, മുഴുവനായിട്ട് സാധ്യമല്ല. ആ ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടത്? പൂജാവിധി എന്താണ്? എത്ര തരത്തിൽപ്പെട്ടതായിട്ടുള്ള അവതാര സ്വരൂപമുണ്ട്? അത് ഏതൊക്കെ കാലത്ത്? മൂന്ന് യുഗത്തിലേ ഉള്ളൂ എന്നാ പറയാ. അതേപോലെ ഭക്തി ഇല്ലാത്തവരുടെ ഒരു ഗതി, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഭക്താനുഗ്രഹം അറിഞ്ഞ് അനുഭവിക്കുന്നത് വരെ ഈ ഭക്തി ഉണ്ടാവില്ല. യുഗധർമ്മങ്ങൾ എന്തൊക്കെയാ? സാത്വികമായിട്ടുള്ള, സാത്വിക രാജസമായിട്ടുള്ള, രാജസ തമോ ഗുണമായിട്ടുള്ള, തമോ ഗുണികളായിട്ടുള്ള ഓരോരുത്തരുടെയും സ്ഥിതി അതെങ്ങനെയാണ് വരിക? യുഗധർമ്മത്തിൽ വ്യത്യാസം വരും. അവർക്കൊക്കെ എങ്ങനെയാണ് സംസാരം കിടക്കാൻ സാധിക്കുക? ദ്വന്ദ്വം കിടക്കണം വെച്ചാൽ കുറേ പണിയുണ്ടേ. കർമ്മം എങ്ങനെയാണ് അവസാനിപ്പിക്കുക? കർമ്മം നമ്മളെ വിട്ടു പോകണം. അതുവരെ ഈ കർമ്മം നമ്മളെ ബാധിക്കുന്ന. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോരുത്തരായിട്ട് പറയുകയാണ്. കവി പറഞ്ഞു, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, തമസ്, ഇങ്ങനെ നെഗറ്റീവ്സായിട്ട് അവിദ്യ ഭഗവാൻ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചതാ 5 എണ്ണം. അതിൻ്റെ 72ഓളം ചീത്തകളുണ്ട്. അത് മുഴുവൻ ഈ ദേഹം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന വിഷമമാണ്. പിന്നെ ശരീരത്തിനാണ് ഈ നെഗറ്റീവ്സ് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരീരത്തിൽപ്പെട്ടതാണ് ഈ മനസ്സും അഹവും. ചിത്തം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്നർത്ഥം.
മനോബുദ്ധിയുടെ അഹങ്കാരം ചിത്തം എന്നാണ് പറയുക. അപ്പം അതിൽ ബുദ്ധി കൂടി ഇതിൽ പെട്ടതാണ്. ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ചിത്തം അങ്ങനെയല്ലേ. ഇനി ചിത്തം വേറെയാണ്. അപ്പോൾ ഓരോന്നിനും നാശമുണ്ട്, സമയത്തിന് വ്യത്യാസമുണ്ട്. മനസ്സ് എന്നുള്ളത് നാലും കൂടിയിട്ട് ഒരുമിച്ച് ഈ ജീവൻ ശരീരത്തെ വേർപെട്ട് പോകുമ്പോൾ കൂടെ പോകും. കർമ്മം തീരുന്നത് വരെ സഞ്ചരിക്കും, സംസരിക്കും. അത്രയും കാലം ഭയം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ശോകം ഉണ്ടാവും. ഭഗവാനാണ് ഇതെല്ലാം തരിക. ജീവാത്മാവിന് നാശമില്ല. ഭഗവാനിൽ ലയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവാനിൽ നിന്ന് അടർന്നു പോരുക. ഭഗവാനെ അനന്യ ശരണാഗതിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ കർമ്മങ്ങളെ ചെയ്യുക. അപ്പോൾ ഈ ശോക ദുഃഖ ഭയം തീരും. ആദ്യത്തെ ഭാഗവത ധർമ്മം അതാണ്. ഇത് അനുഷ്ഠാനമായിട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ശീലമാക്കണം എന്ന് സാരം. ആരും പറയൊന്നും പാടില്ല, ഒരാൾ നിർബന്ധിക്കാൻ പാടില്ല, പിന്നെ തരായിച്ച ചെയ്യാം അങ്ങനെയും പാടില്ല. സ്വഭാവമായിട്ട് വരണം എന്നാ. ഈ സ്വഭാവം ഉണ്ടാകുന്നത് പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. സ്വന്തം ഭാവമാണ് സ്വഭാവം. അപ്പോൾ അതിനനുസരിച്ചാണ് അത് വേണം ഇത് വേണം എന്ന് തോന്നുക. അതിനനുസരിച്ചാണ് കർമ്മം വരിക, അതിനനുസരിച്ചാണ് സംഘം വരിക. അതാത് കാലത്തെ ശരീരം കിട്ടുള്ളൂ, പ്രായത്തിനനുസരിച്ചേ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാം ക്രമത്തിൽ അത് അനുഭവിച്ച് തന്നെ തീരണം. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ളൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതുവരെ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ കർമ്മം നമ്മളെ വിട്ടു പോകുന്നത് വരെ ചെയ്യുന്ന കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും ഭഗവാന് സമർപ്പിക്കണം. ത്രികരണങ്ങൾ, മനോവാക്കായം എന്നാണ്. അത് ഭഗവത് പ്രീത്യർത്ഥമാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ. അപ്പോൾ ഈശ്വര സ്മരണയോട് കൂടിയിട്ട് വേണം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. വിഷയവൈരാഗ്യം വരുന്നത് വരെ കർമ്മം നമ്മളെ വിട്ടു പോവില്ല. കർമ്മം വിടും എപ്പോ? ഇത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നത് വരെ. അതാണ്. അതായത് ഋഷഭദേവൻ ഒടുക്കത്തെ ആ അവധൂത വേഷത്തിൽ കല്ല് കടിച്ച് പിടിച്ച്, അപ്പോൾ പിന്നെ വായിലേക്കൊന്നും വരില്ല, ഒന്നും പറയാനും പറ്റില്ല, ആഹാരമില്ല, നഗ്നനായിട്ട് ദേഹബോധം ഇല്ലാതെ കൊണ്ട് നടന്നു. ആ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന ഏത് ദുഷിച്ചതായാലും ശരി സുഗന്ധമായിട്ട് അനുഭവപ്പെട്ടു 10 യോജന ദൂരം. അതൊരു ജീവൻ മുക്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാറാവണം. അപ്പം മാത്രമേ കർമ്മം നമ്മളെ വിടുള്ളൂ. പിന്നെ ഈ ജീവൻ ഒരു ശരീരത്തെയും സ്വീകരിക്കേണ്ടാത്ത അവസ്ഥയിൽ രക്ഷപ്പെടും. ഇപ്പം ഈശ്വരനെ മറന്നു ജീവിച്ചാലോ മായ പിടികൂടും. വിഷയമോഹം വരും, ആത്മാവിനെ മറക്കും. മായയ്ക്ക് ഈ 2 രൂപങ്ങൾ സ്വാധീനമായിട്ടുണ്ട്. ഒന്ന് വിക്ഷേപണമായ ഈ പഞ്ചഭൂതം, അത് മനോബുദ്ധിരഹം. അത് നമ്മൾ ഈ ശരീരം തന്നെ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചതാണ്. കാലം, കർമ്മം, ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം, ജീവൻ. ഇത് അതാത് കാലത്ത് അനുഭവിച്ചേ തീരൂ. അത് ഈ ദ്രവ്യമാകുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരം, 7 ധാതുക്കളെ കൊണ്ട് നിർമ്മിച്ച ശരീരം, അത് അനുഭവിച്ച് തന്നെ തീരണം. അതാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടില്ല. അതാണ് മറവ്, അതാണ് ആവരണമായ. പഞ്ചഭൂതങ്ങളും പ്രകൃതി മഹത്ത് എന്ന് നമ്മളെ മറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ വിക്ഷേപണമായിക്ക് ഇത് ഞാനാണ് എന്ന് തോന്നുക, എൻ്റേതാണ് എന്ന് തോന്നുക, ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നുക. അപ്പം എന്തായി? നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ കിട്ടാത്തൊരവസ്ഥ വന്നു. ഈ മായാനാഥനെ വേണം ആശ്രയിക്കാനായിട്ട്. അപ്പോഴേ മായ കടക്കാൻ പറ്റൂ. സത്രിജസ്തമോ ഗുണങ്ങളെ മറികടന്നല്ലാതെ കണ്ട് ദ്വന്ദ്വം കടക്കാൻ സാധിക്കില്ല. ധ്യാനം, ധ്യേയം, ധ്യാനി 3 ഭാവമുണ്ട്. ഈ 3 ഭാവം മറികടന്നല്ലാതെ കണ്ട് ത്രിത്വം കടക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാനും ഭഗവാനും മാത്രം, അഹം ബ്രഹ്മ അസ്മിയാണ്.
അപ്പോൾ ഈ അഹം പോണം, അസ്മി പോണം, ബ്രഹ്മം എന്ന് മാത്രമാവണം. സോഹമസ്മി, അസ്മി പോണം, അഹം പോണം, സഹ മാത്രമാവണം. അതുവരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതാണ്. അപ്പോൾ മനസ്സ് നമ്മളെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കും. അത് ജീവാത്മാവ് മനസ്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പൂർവജന്മ കർമ്മവുമായിട്ടുള്ള ബന്ധമാണ്. കാമബാക്കിയാണ് അതിൻ്റെ കാരണം. കാമബാക്കി ഉണ്ടായാൽ കർമ്മം വരും കൂടെ. അതുകൊണ്ട് അതിനെ തേടി പോവുകയാണ് ചെയ്യുന്നത് മനസ്സ്. അപ്പോഴാണ് കടിഞ്ഞാനിടേണ്ടത്. ആ കടിഞ്ഞാനാണ് ഈ ഉപാസന കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അപ്പം മനസ്സ് കാട് കയറാതെ കണ്ട്, ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കണ്ടിരിക്കണം. അത് ഭഗവാങ്കൽ എത്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെ അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ മനസ്സടങ്ങും. അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരില്ല. കാരണം എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിലല്ലേ കർമ്മം വേണ്ടൂ. നാമകീർത്തനങ്ങളെ സദാസമയത്തും സ്മരിക്കുക, കഥാശ്രവണം നടത്തുക, സത്സംഗം നേടുക, നിസ്സംഗത ഉണ്ടാവുക, അതേപോലെ സേവനം അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഭക്തി വളർന്നു വരും. കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോയിക്കോളും. ഭക്തനായാൽ ലജ്ജ വിടും. പിന്നെ സത്തുമില്ല, അസത്തുമില്ല, ചൂടുമില്ല, തണുപ്പുമില്ല, അഭിമാനവും ഇല്ല. ഈ സ്ഥാവര ജംഗമങ്ങൾ നമ്മളെ പിടികൂടുക എന്നൊരു വിഷമമുണ്ടല്ലോ, അതുണ്ടാവില്ല. അപ്പോൾ ഭഗവാനായിട്ട് സംവദിക്കും, ചിരിക്കും, കരയും, രോമാഞ്ചം വരും. ഭഗവാന്റെ ഒപ്പം പ്രവൃത്തി, കളി എല്ലാം ഉണ്ടാവും. സുഖ യഥാർത്ഥത്തിലുള്ള സച്ചിദാനന്ദ അപ്പളാ കിട്ടുക. ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തും. ഈ 14 ലോകങ്ങളിലും പോയി വരാനൊക്കെ പറ്റും ആ സമയത്ത്. കാരണം ഒപ്പം ഭഗവാൻ ഉണ്ടാവണ്ട. ജീവജാലങ്ങൾ മുഴുവൻ ഭഗവാനാണ് എന്നറിയണം. എല്ലാവരും ഭഗവാനിലാണ് ഉള്ളത് എന്നറിയണം. ഭഗവാൻ എല്ലാവരിലും ഉണ്ട് എന്നറിയണം. എന്നിട്ട് സസ്യത്തിലുള്ള ഭഗവാന് നമസ്കാരം, പ്രാണിവർഗത്തിലുള്ള ഭഗവാന് നമസ്കാരം, മനുഷ്യവർഗത്തിലുള്ള ഭഗവാന് നമസ്കാരം, തിര്യക് ജാതിയിലുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറയാറാവണം. അത് കഴിഞ്ഞാൽ പിന്നെ അചേതനം, പാറയില്, മണ്ണില്, വെള്ളത്തില് എല്ലാറ്റിലുണ്ട് ഈ ഭഗവാനെ. അസത്തുക്കളിലും ഭഗവാനുണ്ട്. ഈ അസത്ത് ഇല്ലാച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെ ചീച്ച് കളയാൻ, അതിനെ ലയിപ്പിച്ച് കളയാൻ, ശുദ്ധമാക്കി തീർക്കാൻ അതിൻ്റെ അണുക്കൾ ദേഹത്തിലായാലും ഉണ്ട്, അതേപോലെ പുറത്തായാലും ഉണ്ട്, മണ്ണിലായാലും ഉണ്ട്, വെള്ളത്തിലായാലും ഉണ്ട്, വിഷത്തിലായാലും ഉണ്ട്. അതാണ്. അമൃതിലുമുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ അതില്ലാച്ച ഈ പ്രാണിവർഗം ഇല്ലെങ്കിൽ, ബാക്ടീരിയ എന്നൊക്കെ പറയണ അങ്ങനെയല്ലേ, അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം സാധിക്കില്ല. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നല്ലോണം അറിഞ്ഞതിൻ്റെ ശേഷം എനിക്കത് വേണ്ട, അതില്ലെങ്കിലും കഴിഞ്ഞുവിടാം എന്നുള്ള വൈരാഗ്യത്തോട് കൂടിയിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി ഭക്തനായിക്കൊണ്ട് കർമ്മവാസന നശിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് മനസ്സിനെ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ജ്ഞാനം സമ്പാദിക്കാനുള്ള ഗുരുവിനെ കണ്ടെത്തിയിട്ട് സേവനം ചെയ്തുകൊണ്ട് കിട്ടുന്നതൊക്കെ സമ്പാദിച്ച് അവിദ്യാനാശം സംഭവിക്കുന്നത് വരെ സേവനമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാഗവത ധർമ്മമായിട്ട് മാറി. ഇങ്ങനെയുള്ള ഭക്തൻ്റെ ലക്ഷണത്തെക്കുറിച്ചാണ് പിന്നീട് ഹരി എന്ന രണ്ടാമത്തെ നവയോഗി പറയണം. തിരമാല സമുദ്രത്തിലെയാണ്, ജീവജാലം ഭഗവാന്റെയാണ്. എന്നുവെച്ചാൽ കടലിലാണല്ലോ തിര. തിര അത് വീണ്ടും വൈലിക്ക് ലയിച്ചു കഴിഞ്ഞാൽ വേറിട്ട് കിട്ടൂല. എന്ന കൂട്ടത്തിൽ ഈ ജീവൻ ബ്രഹ്മാംശമാണ്, ഈ ദേഹം പ്രകൃത്യാംശമാണ്. ഇത് രണ്ടും അതാതിലേക്ക് ലയിച്ചോളും. ജീവന് ഈ ശരീരം വേണ്ടാച്ചാൽ അത് ഉപേക്ഷിക്കും. അപ്പോഴുണ്ടാകുന്ന വേദനാദി കാര്യങ്ങൾ, ദുഃഖാദി കാര്യങ്ങൾ നമ്മളെ വല്ലാതെ കണ്ട് പിടികൂടുന്നു. അത് പിടികൂടാതിരിക്കണമെങ്കിൽ ഭഗവത് അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഉപാസന ഇല്ലാണ്ട് പറ്റില്ല. എന്നിലും ഭഗവാനിലും അന്യരിലും ഒരേ ഭാവത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കലാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. അന്യരിൽ സ്നേഹം വേണം, അജ്ഞാനികളോട് കരുണ വേണം, തന്നെ ദ്വേഷിച്ചവരെ ശത്രുവായിട്ട് കാണരുത്, അവനെ വേണിച്ചാൽ ഉപേക്ഷിച്ചോളൂ, അവോയ്ഡിങ്, അത്രയേ വേണ്ടൂ. അതൊരു
മധ്യമം എന്നേ പറയാൻ നിർത്തിയുള്ളൂ. പിന്നെ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുക, ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ കാണുന്ന ഒരു പ്രാകൃത ഭക്തിയുണ്ട്. യഥാർത്ഥത്തിൽ വേണ്ട ഭക്തി നിർഗുണ ഭക്തിയാണ്. അത് ദുഃഖം സുഖം സമത്വം, ഭേദഭാവന ഇല്ലായ്മ, ദ്വന്ദ്വമില്ലായ്മ, സംസാരധർമ്മം അതിനെ പ്രാരബ്ധമായിട്ട് കണ്ടുകൊണ്ട് അത് മറികടക്കാൻ വേണ്ട കാമമില്ലായ്മ, കർമ്മവാസനയില്ലായ്മ, പ്രപഞ്ചം എന്നുള്ളത് മിഥ്യയാണ് എന്ന് കണക്കാക്കൽ, ഭഗവാനാണ് ബ്രഹ്മം എന്ന് കണക്കാക്കൽ, അഹം മമ ഒരിക്കലും വരരുത്, മാനാഭിമാനം വേണ്ട, 3 ലോകവും തരാമെന്ന് പറഞ്ഞാലും അത് ഭഗവത് സ്മരണയ്ക്ക് നഷ്ടാവും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണം. ഭക്തിയാകുന്ന പാശം കൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ കെട്ടിയിടണം. അങ്ങനെ നിർഗുണ ഭക്തി വന്നു കഴിഞ്ഞാലോ ഈ നിഷ്കാമിയായിട്ട് ഈ അവധൂത വേഷത്തിൽ പരമഹംസൻ, അവധൂതൻ, നിരീഹൻ, നിഷ്കളൻ, നിഷ്കിഞ്ചനൻ, നിസ്വൻ, അത്യാശ്രമി, തുരീയാതീതൻ, കുടീചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാവവ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ശരീരമാണ് ഞാൻ എന്നുള്ള ഈ തോന്നൽ മോഹം എന്നതിന് പറയാം. അത് വരാനുള്ള കാരണം എന്താ? സംസാരം കിടക്കാനുള്ള മാർഗം എന്താ? ഒന്നും ബാക്കി ഉണ്ടാവരുത്. പുണ്യവും പാപവും തുല്യമായാൽ മനുഷ്യജന്മം, പുണ്യവും പാപവും 0 ആയാൽ മുക്തി. അപ്പം അന്തരീക്ഷം പറയാണ്, ആസക്തർക്ക് വിഷയം ധാരാളം കിട്ടും. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 ഉള്ളൂ കേട്ടോ വിഷയം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചേരുവകൾ മാറി 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 കോടി വിഷയങ്ങളുണ്ട്. എല്ലാവർക്കും ഈ ഒരേ ശരീരം കൊണ്ടാണ് ഇത് കിട്ടുന്നത്. അതാ രസം. അതാത് ജീവികൾക്ക് അതാത് കാലത്ത് അതാത് ശരീരം കൊണ്ട് ഇത് പ്രാരബ്ധം തീർക്കാമെന്ന് മാത്രം. അപ്പോൾ മുമുക്ഷുക്കൾക്ക് ഈ പ്രാരബ്ധത്തെ തീർക്കാനുള്ള ഉപായം ഭഗവത് ഉപാസന കൊണ്ട് കിട്ടും. അത് മനുഷ്യജന്മം കൊണ്ടേ കിട്ടാൻ സാധിക്കുള്ളൂ, എളുപ്പമാവുള്ളൂ എന്നർത്ഥം. ബാക്കിയുള്ളവർക്ക് അത്ര വിശേഷ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ മരങ്ങൾ മുഴുവൻ സേവന ചെയ്യുന്നത്. ഏതെങ്കിലും ഈ യമളാർജുനന്മാർ ഒരു പക്ഷേ രക്ഷപ്പെട്ടുണ്ടാവാം, നളഗോപുര മണിഗ്രീവന്മാർ, അങ്ങനെ എല്ലാവരും ഇല്ല. പൂന്താനത്തിൻ്റെ വടുക്കിണിയുടെ വടുക്കോർത്തുള്ള പ്ലാവ്, 2 പ്ലാവുകൾ മുക്തി നേടി പൂന്താനത്തിൻ്റെ വായന വടുക്കണിയിലിരുന്നിട്ട് ഭഗവാനെ വായിച്ച് കേൾപ്പിച്ചതാ. അപ്പം അങ്ങനെ വല്ലവരൊക്കെ ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല. അവരാരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ജീവൻ മനസ്സുകൊണ്ട് എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അത് 18 സാക്ഷികൾ അറിയുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾ, 4 ദിക്കുകൾ, 2 സന്ധ്യ, സൂര്യൻ, ചന്ദ്രൻ, അന്തരീക്ഷം, ധർമ്മം, കാലം, രാത്രി, പകല്, ഇതൊക്കെ സാക്ഷികളാണ്. ഭഗവാനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് 19ാമത്തെ സാക്ഷി ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ രജോ ഗുണം കൊണ്ട് ഇന്ദ്രിയവും തമോ ഗുണം കൊണ്ട് വിഷയങ്ങളും, അത് ഈ മനസ്സ് സാത്വികമായിട്ടുള്ള മനസ്സ് അനുഭവിക്കുകയാണ്. അപ്പം നമ്മൾ സ്വീകരിക്കുന്നത് സാത്വികമാണെങ്കിൽ ക്രമേണയായിട്ട് രജോ ഗുണവും തമോ ഗുണം നശിക്കും. അപ്പോഴേ കർമ്മം നശിക്കുള്ളൂ, കർമ്മം നമ്മളെ വിട്ടു പോകുള്ളൂ. കാരണം ഈ ശരീരത്തിൻ്റേതായിട്ടുള്ളൊരവസ്ഥയാണ് നിലനിൽക്കുക, ജനിക്കുക, നിലനിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, മരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നൊരവസ്ഥ വരിക. അപ്പോൾ ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും സ്വീകരിക്കേണ്ടി വരും, കുറേശ്ശെയായിട്ട്. ആഹാര, നീഹാര, വിഹാര, നിദ്ര, മൈഥുനാദികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കേണ്ടി വരും. ആ സ്വീകരിക്കുന്നത് വീണ്ടും ഇപ്പം നമ്മൾ ആഹാരം ഇന്ന് വേണം, നാളെ വേണം, മറ്റന്നാൾ വേണം, അത് വീണ്ടും ആണ്. ശ്വാസം വേണ്ടേ, വായു വേണ്ടേ, വെള്ളം വേണ്ടേ, കിടക്കണ്ടേ. പക്ഷെ അതിന് നമ്മൾ രുചിഭേദത്തിനനുസരിച്ച് പോകുമ്പോൾ വ്യത്യാസം വരും. എതിർച്ചാലാഭതുഷ്ടിയാണെങ്കിൽ അത് കുഴപ്പമില്ല, കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക. അങ്ങനെ 100 കൊല്ലം ജീവിക്കാൻ പറ്റും ചെയ്യും. അതാ രസം. അങ്ങനത്തെ ദിക്കിൽ വേണം കഴിയാനായിട്ട്, അങ്ങനത്തതേ സ്വീകരിക്കാവൂ. കാലമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, കാലസ്വരൂപം നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ പ്രായം, ഋതു, രാത്രി, പകല്, ഇന്നലെ, ഇന്ന്, നാളെ, ഈ സൃഷ്ടി, സ്ഥിതി, ലയം, ഇതൊക്കെ നമ്മൾ അറിയുക തന്നെ വേണം. കാലം നമ്മൾ നിത്യപ്രളയം എന്ന് പറയും. അതിന് കാലം കൊണ്ടാണ് നിത്യപ്രളയം സംഭവിക്കുക. നൈമിത്തിക പ്രളയം, അത് ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിഞ്ഞിട്ടുള്ള രാത്രിയാണ് നൈമിത്തിക പ്രളയം. പിന്നെ പ്രാകൃത പ്രളയം, ഈ തത്വങ്ങളൊക്കെ ലയിക്കും, അതാണ് പ്രാകൃതിക പ്രളയം.
ആത്യന്തിക പ്രളയം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കൂടി ലയിക്കും. അതാണ് ആത്യന്തിക പ്രളയം. അപ്പോൾ അതിന് ഈ ഭൂമിയിൽ 5 ഉണ്ട്. അപ്പോൾ 5 4-ൽ ലയിക്കും, വെച്ചാൽ വെള്ളത്തിൽ ലയിക്കും. അതിൽ ഗന്ധം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിലുണ്ട്. പിന്നെ ഈ 4 3-ൽ ലയിക്കും. അത് അഗ്നിയിലാണ്. അഗ്നിയിൽ ഗന്ധമില്ല, രസമില്ല. പിന്നെ ഈ 3 2-ൽ ലയിക്കും. അത് വായുവിലാണ്. വായുവിൽ ഈ രൂപ രസ ഗന്ധങ്ങളില്ല. പിന്നെ ഈ 2 1-ൽ ലയിക്കും. ആകാശത്തിൽ ലയിക്കും. ആകാശത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. സ്പർശ രൂപ രസ ഗന്ധങ്ങളില്ല. അത് മഹത്തത്വത്തിൽ ലയിക്കും. അഹം തത്വത്തിൽ ലയിക്കും. പിന്നെ മഹത്തത്വത്തിൽ ലയിക്കും. അഹം തത്വത്തിന് സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. മഹത്തത്വത്തിന് സാത്വിക ഗുണമേ ഉള്ളൂ. അത് ശുദ്ധസത്വമാകുമ്പോഴാണ് ശബ്ദബ്രഹ്മത്തിലേക്ക് എത്തുക, ഓങ്കാരത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് നേരെ ഭഗവാനിലേക്ക് ലയിക്കുക. ഇങ്ങനെയാണ്. അപ്പോൾ ഈ 18 ചീത്തകൾ നമ്മിൽ നിന്നും ഒഴിവാവാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഭഗവാനെ ജയിക്കുക എന്നുള്ളത് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ ജയിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ നമ്മളെ മായയിൽ പെടുത്തുകയാണല്ലോ. അപ്പോൾ ആ മായയിൽ നിന്നും മുക്തനാവുകയാണ് ഭഗവാനെ ജയിക്കൽ. പ്രപഞ്ച നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മായ പ്രയോഗിക്കുന്നത്. പ്രപഞ്ച നിലനിൽപ്പിന് നമ്മളില്ലെങ്കിലും കഴിയും. ഭഗവാന്റെ സൂത്രങ്ങൾ വേറെയുണ്ട്. അപ്പം നമ്മളെ മുക്തരാക്കി തരാം, അതാണ് വേണ്ടത്. അതാണ് മായാജയം, അതാണ് ഭഗവാനെ ജയിക്കൽ. അപ്പോൾ അതിൽ പ്രധാന ഘടകം തടസ്സമായിട്ട് നിൽക്കുന്നത് ഏഷണ പോലെയുള്ളതാണ്. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഇതൊക്കെ ആസക്തിക്ക് കാരണവും. കർമ്മത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ഏഷണാത്രയങ്ങളാണ്. ഏഷണകൾ കുറേയുണ്ട്, അത് ഇതിൻ്റെ ഘടകങ്ങളാണ്. അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചിന്തിച്ചാൽ അറിയും. പുത്ര എന്നുള്ളത് ബന്ധം, വിത്തം എന്നുള്ളത് ധനം, ലോകം എന്നുള്ളത് യശസ്, കീർത്തി, സൽകീർത്തി, ദുഷ്കീർത്തി, അങ്ങനെ കണ്ടല്ലോ. അപ്പോൾ അത് ഒന്നാട് വിശദീകരിച്ച് കഴിഞ്ഞാൽ അനവധി തരങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ഏഷണാത്രയം വിട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൽ പെടും. സ്വർണം, ഭൂമി, ഭാര്യ, ഗൃഹം, വിദ്യ, അധികാരം, ഇങ്ങനെ പലതും വേറെ നമുക്കിങ്ങനെ ധാരാളം കിട്ടും. എന്തുവാണെന്ന് വെച്ചാലേ, അപ്പോൾ അതിന് ചില ഭാവങ്ങളെ പ്രത്യേകമായിട്ട് പറയാണ്. തുല്യരോട് മത്സരം വേണ്ട, സ്നേഹമാണ് വേണ്ടത്. താഴ്ന്നവരോട് നിന്ദയല്ല തോന്നേണ്ടത്, ദയയാണ് തോന്നേണ്ടത്. വലിയവനോട് അസൂയയല്ല വേണ്ടത്, വിനയമാണ് വേണ്ടത്. ഇതൊക്കെ ശരീര സംബന്ധിയാണ്. സ്വർഗം പോലും പുണ്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം സ്വർഗം ആഗ്രഹിക്കരുത്, കാരണം ഇതൊന്നും ശാശ്വതമല്ല. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. യാ മാ സ മായ. അപ്പം അതുകൊണ്ട് ഇല്ലാത്തതിനെ എന്തിനാണ് നമ്മൾ ഉണ്ടെന്ന് കണക്കാക്കണത്? ഇതിന് വൈരാഗ്യം വരാതെ കണ്ട് എങ്ങനെയാ ഈ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ട് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. നമ്മളുണ്ട്, മൊബൈലുണ്ട്, ഈ ശബ്ദമുണ്ട്, പറയുന്നയാളുടെ ശബ്ദം, കേൾക്കുന്നവരുടെ കേൾക്കല്, ഇതൊക്കെ ഉണ്ടപ്പോഴേ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നതാണ്. പൂർണ്ണ വൈരാഗിക്ക് ക്രമേണയായിട്ട് എല്ലാം വിടാൻ സഹായിക്കും. അത് ഗുരുവിൻ്റെ ഈ അനുഗ്രഹമാണ്. അപ്പോൾ ഗുരുസേവന അത്രയും പ്രാധാന്യം. അങ്ങനെ ആയാലേ പരമശ്രേയസ് കിട്ടുള്ളൂ, മുക്തി എന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് 1036 നന്മകൾ ശീലമായിട്ട് വേണം എന്നതാണ്. അത് സ്നേഹവിനയം ആദികൾ, അത് 1036 36 എന്നല്ല 121 എന്തായാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൽ അഷ്ടാംഗയോഗങ്ങളെ സിദ്ധികളൊക്കെ പെടും. അങ്ങനെയാണ്. അങ്ങനെ ക്രമേണയായിട്ട് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം, ഞാൻ എൻ്റെ, എന്നിൽ നിന്ന്, എനിക്ക്, എന്നെക്കൊണ്ട്, എന്നാൽ എന്നൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ ഒഴിവായി കിട്ടും എന്നതാണ്. അങ്ങനെ മുക്തിപദത്തിലേക്ക് എത്തണം. ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിപ്ലായനം തൊട്ടുള്ളവർ പറയുകയാണ് എന്താണ് ബ്രഹ്മം എന്നുള്ളത്. നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.